മിശിഹായിൽ പ്രിയമുള്ള സഹോദരി സഹോദരന്മാരെ, പ്രിയമക്കളെ, ഈ പ്രഭാതത്തിൽ ഉൽപ്പത്തി പുസ്തകം 32-ാം അധ്യായം 28-ാമത്തെ വാക്യം നമുക്ക് ചിന്തിക്കാം. The book of Genesis chapter 32 verse 28. അപ്പോൾ അവൻ പറഞ്ഞു, ഇനിമേൽ നീ യാക്കോബ് എന്നല്ല ഇസ്രായേൽ എന്ന് വിളിക്കപ്പെടും, കാരണം ദൈവത്തോടും മനുഷ്യരോടും നീ മല്ലിട്ട് ജയിച്ചിരിക്കുന്നു. യാക്കോബിന്റെ ജീവിതത്തിൽ വഞ്ചനയും ദൈവിക ബോധവും തമ്മിൽ ദീർഘവർഷങ്ങൾ പോരാട്ടം നടന്നു. ആ കാലത്തൊരിക്കലും യാക്കോബ് സമാധാനം അനുഭവിച്ചിട്ടില്ല. യാക്കോബിന്റെ അനുഭവമാണ് നമ്മിൽ പലർക്കുമുള്ളത്. തെറ്റുകൾ പ്രവർത്തിക്കും, പിന്നീട് പശ്ചാത്തപിക്കും. യാക്കോബ് അവസാനം ദൈവഹിതത്തിന് പൂർണ്ണമായും കീഴ്പ്പെട്ടു. അപ്പോൾ മുതൽ ശാന്തമായ ജീവിതം ലഭിച്ചു. സമ്പൂർണ്ണ സമർപ്പണത്തിൽ വരാത്ത കാലത്തോളം നാം സ്വസ്ഥതയില്ലാത്തവരായിരിക്കും. ഏശാവിനെ കബളിപ്പിച്ച് ജ്യേഷ്ഠാവകാശം കൈവശപ്പെടുത്തി അപ്പനെ വഞ്ചിച്ച് അനുഗ്രഹങ്ങളും സ്വന്തമാക്കി. സ്വന്തം ഭവനത്തിൽ താമസിക്കുവാൻ വയ്യാതായപ്പോൾ മാതുലനായ ലാബാന്റെ ഭവനത്തിലേക്ക് ഓടി. വഴിമധ്യേ ബഥേലിൽ വെച്ച് ദൈവം അവനെ സന്ദർശിച്ചു. പോകുന്ന വഴി ശുഭമായിരുന്നാൽ ദൈവത്തെ ആരാധിച്ചുകൊള്ളാമെന്ന് സത്യം ചെയ്തു. ദൈവത്തെ കൊണ്ട് സ്വന്തം കാര്യം സാധിക്കുവാനുള്ള ശ്രമമായിരുന്നു അത്. സഹോദരനെ വഞ്ചിച്ച യാക്കോബിനെ ലാബാൻ കബളിപ്പിച്ചു. ലേയെ സുന്ദരിയായ റാഹേലിന് പകരം വിവാഹം കഴിക്കാനിടയായി. പിന്നീട് ലാബാന്റെ ആടുകളിൽ മെച്ചമായവയെ സ്വന്തമാക്കാൻ സൂത്രങ്ങൾ ഉപയോഗിച്ചു. മടങ്ങി വരുമ്പോൾ ഏശാവും സംഘവും എതിരേറ്റു വരുന്ന അറിഞ്ഞപ്പോൾ സമ്മാനങ്ങൾ കൊടുത്ത് ഏശാവിനെ വശീകരിക്കുവാൻ പരിശ്രമിച്ചു. യാക്കോബിന്റെ സ്വഭാവത്തിൽ സമൂല പരിവർത്തനം ആവശ്യമായിരുന്നു. രാത്രിയിൽ യാക്കോബ് ഇസ്രായേൽ എന്ന ആ നവീന നാമം സ്വീകരിച്ചു. അതവന്റെ മാനസാന്തരമായിരുന്നു. അന്നു മുതൽ യാക്കോബ് പുതിയ ജീവിതം നയിച്ചു. ആന്തരിക പോരാട്ടമില്ലാത്ത ഏശാവിനേക്കാൾ പരാജയങ്ങളോടുകൂടി എങ്കിലും ദൈവത്തെ ആശ്രയിച്ച് ആന്തരിക സംഘടനത്തിലൂടെ കടന്നു പോരാടി ജയിച്ച യാക്കോബിനെ ദൈവം ഇഷ്ടപ്പെട്ടു. പടക്കളത്തിൽ പോകാത്ത പടയാളിയേക്കാൾ പോരാടി മുറിവേറ്റ പട്ടാളക്കാരൻ ബഹുമാനിക്കപ്പെടുന്നു. ക്രൈസ്തവ ജീവിതവും ഒരു പോരാട്ടമാണ്. നമ്മുടെ കർത്താവ് യേശു മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥതയും നിങ്ങളെല്ലാവരോടും കൂടി ധാരാളമായിട്ടുണ്ടായിരിക്കും, എപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.